കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ 10-35 ദിവസം ഒരു യാത്രയിൽ യാത്ര കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വാട്സപ്പൊക്കെ ഓഫാക്കി പരിചയമില്ലാത്ത ആളുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി താമസിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി തിരിച്ചു വരും. ഭയങ്കര എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു ഇഷ്ടമൊക്കെ തോന്നി. കാരണം ഞാൻ എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. എവിടെയാണ് നീ നിൽക്കുന്നത്, എന്തൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ, നീ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പല സ്ഥലത്തും 10-30 ദിവസം താമസിച്ച് വാട്സപ്പൊക്കെ ഓഫാക്കി ഇങ്ങനെ ഇരുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ പോരുകയാണ്. ഫ്ലൈറ്റിൽ പോരുമ്പോൾ എനിക്ക് ബാഗ് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ഹെയർ ഹോസ്റ്റസ് കാണിച്ചു തന്നു. ഞാൻ അതവിടെ വെച്ചു. അപ്പോൾ നല്ല ഫുള്ളാണ്, ഫ്ലൈറ്റ് ഫുള്ളാണ്. അപ്പോൾ വേറൊരാൾ തിരിച്ചു വരികയാണ്. വേറൊരാൾ അതിനെ കയറി വന്നിട്ട് ഞാൻ വെച്ച ബാഗ് അവിടെ നിന്ന് എടുക്കുകയാണ്. അവിടെ നിന്നിട്ട് അയാളെ ബാഗ് അവിടെ വെച്ചു. എന്നിട്ട് എൻ്റെ ബാഗ് വേറൊരു ബാഗിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ഇതിങ്ങനെ അമർത്തുകയാണ്. അപ്പോൾ ഈ ബാഗിൽ എനിക്ക് ഇത്തിരി പൊട്ടുന്ന 2 സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ വെച്ചൊരു സ്ഥലത്ത് നിന്ന് അയാളത് എൻ്റെ അവകാശമോ അല്ലെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ അത് അവിടെ നിന്ന് എടുത്തിട്ട് അത് മാറ്റി വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തിയിട്ട് അത് കൊള്ളുന്നില്ല എൻ്റെ അകത്ത്. ഞാൻ പ്രതികരിക്കേണ്ടി വന്നു. ഉണ്ടാതിരിക്കായിരുന്നു, പക്ഷെ ഞാൻ പറയേണ്ടി വന്നു. അതിൽ പൊട്ടണ സാധനം ഉണ്ടെന്ന്. നിങ്ങളെന്തിനത് ഇവിടെ വെച്ചെന്നാണ് ചോദിച്ചത്. നിങ്ങളെന്തിനത് ഇവിടെ വെക്കുന്നത്? അയാൾ വേറൊരു മാനസികാവസ്ഥയാണ്. അതിൽ പുറത്തുനിന്ന് വെയിൽ കൊണ്ട് ആകെ വിഷമിച്ചിട്ട് കയറി വന്നതായിരിക്കാം. ഉടനെ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്തിനപ്പോൾ ഇതിവിടെ വെക്കണം? എന്താ അയാളുടെ മറുപടി പറയാം? അപ്പം ഞാൻ ആലോചിച്ചു, ഇങ്ങനെയൊക്കെ വൃത്തിയാവാൻ ശ്രമിച്ച് വന്ന ഞാൻ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. പെട്ടെന്ന് അങ്ങനെ ആലോചിക്കേണ്ടി വന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, സോറി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഐസായി. ഞാനൊരു സോറി പറഞ്ഞതോടുകൂടി അയാൾക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. അയാൾ ചെയ്തതെന്തോ തെറ്റായിപ്പോയി എന്ന് അയാൾക്ക് തോന്നി. പക്ഷെ ഈ സോറി പറയാൻ 30 ദിവസം ഇരുന്ന് മെനക്കെട്ടിട്ട് അത് പറയാൻ പറ്റിയത് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറയാം.